ഡോക്ടർ റോയി സി ജെ സ്വയം വെടിയേറ്റ് സ്വയം വെടിവെച്ച് ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ് ആ വാർത്ത. അത് ഒരു ആദായ നികുതി വകുപ്പ് റെയ്ഡിനിടയിലായിരുന്നു എന്ന് സ്ഥിരീകരണം പറയുന്നത് കർണാടക പോലീസ് തന്നെയാണ്. അവിടെ 2-3 ദിവസങ്ങളായി റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് കർണാടക പോലീസിന്റെ ഉദ്യോഗസ്ഥൻ, പേര് നമുക്ക് എന്താണെന്ന് നോക്കാം, അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. അസ്വാഭാവിക മരണത്തിനാണ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത്. അബറ്റ്മെന്റ് സൂയിസൈഡിന്റെ കേസ് ഉണ്ടാകുമോ എന്ന് ചോദ്യത്തിന് നമുക്ക് നോക്കാം എന്നാണ് അവിടെ കർണാടക പോലീസ് പറഞ്ഞത്. കേരളത്തിൽ നിന്നൊരു സംഘമാണ് അങ്ങോട്ടേക്ക് എത്തിയത് എന്നും പറയുന്നു. എസ് കെ തുടരുന്നുണ്ട്. എസ് കെ നമ്മുടെ കമന്റ് ബോക്സിൽ ഒരു പ്രേക്ഷകൻ എഴുതുകയായിരുന്നു, സെന്റിന് കോടികൾ വിലയുള്ള ഏക്കർ കണക്കിന് സ്ഥലം സ്വന്തമായുള്ള ആളാണ് കോൺഫിഡന്റ് ഗ്രൂപ്പ്. 12,000 മുതൽ 15,000 കോടി ഒരു ആസ്തി ഇവിടെ കാര്യമൊക്കെ നമ്മുടെ കമന്റ് ബോക്സിൽ പല പ്രേക്ഷകരും എഴുതുന്നുണ്ട്. അപ്പോൾ നേർക്കുനേർ അദ്ദേഹത്തെ കണ്ട മാത്രമല്ല, ഏതെങ്കിലും തരത്തിൽ സാമ്പത്തികമായ പ്രതിസന്ധിയുടെ ഏതെങ്കിലും ഒരു വാർത്ത, കോൺഫിഡന്റ് ഗ്രൂപ്പിന് എന്തെങ്കിലും സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവുകയാണെങ്കിൽ അത് വാർത്തയായി പോലും വരേണ്ടതാണ്. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ പ്രതിസന്ധിയുടെ വാർത്തകളോ അങ്ങനെ ഏതെങ്കിലും ഒരു ബ്ലാക്ക് മാർക്ക് കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ പേരിൽ കേട്ടിട്ടില്ലെന്ന് മാത്രമല്ല, മലയാളത്തിന്റെ ഒരു അഭിമാന ബ്രാൻഡായ കോൺഫിഡന്റ് ഗ്രൂപ്പ് മാറുകയുമായിരുന്നു. അതുകൊണ്ട് ഏതെങ്കിലും സാമ്പത്തിക പ്രതിസന്ധി ഇതിന് കാരണമാണെന്ന് കരുതുകയേ വയ്യ. എസ് കെ ആഷ്മി, ഇതിനകത്തൊരു കാര്യം നമ്മൾ അറിയേണ്ടത്, അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൻ്റെ പേര് പോലെ തന്നെ അദ്ദേഹം വളരെ കോൺഫിഡൻ്റ് ആയ ഒരാളായിരുന്നു. അതല്ല, അദ്ദേഹത്തിന് ഒരു അസാധാരണമായ ഒരു ആത്മവിശ്വാസവും ആത്മധൈര്യവും എപ്പോഴും അദ്ദേഹം കാണിച്ചിട്ടുണ്ട്. ഇപ്പം ബിസിനസ്സിൽ ഉയർച്ച താഴ്ചകൾ ഉണ്ടായാലും അതൊന്നും അദ്ദേഹത്തിൻ്റെ ലോകമല്ല. കാരണം എനിക്കറിയാവുന്നൊരു കേസ്, അദ്ദേഹത്തിൻ്റെ കർണാടകത്തിൽ നമുക്കറിയാമല്ലോ, ഒരുപാട് ഗാങ് വാറൊക്കെ നടക്കുന്നൊരു സ്ഥലമാണ്. അപ്പോൾ അവിടെ ഇദ്ദേഹത്തിൻ്റെ ലാൻഡിൻ്റെ അയലത്ത് അവിടുത്തെ ഒരു വലിയൊരു മാഫിയ കിങ് എന്നൊക്കെ പറയാവുന്ന ഒരാളുമായിട്ടൊരു അഭിപ്രായ വ്യത്യാസം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും അദ്ദേഹത്തോടൊക്കെ ഏറ്റുമുട്ടാൻ സാധാരണ രീതിയിൽ കേരളീയ ബന്ധമുള്ള ഒരാളൊന്നും തയ്യാറാവില്ല അവിടെ. പക്ഷെ എന്നാൽ ധീരമായി അയാളെ നേരിട്ടൊന്ന് മാത്രമല്ല, എപ്പോഴും കയ്യിൽ തോക്കും കൊണ്ടു നടന്ന് 2-3 പേരെ സെക്യൂരിറ്റിക്ക് വെച്ചിട്ട് മാസങ്ങളോളം ഡോക്ടർ റോയി നടക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഡോക്ടർ റോയി പ്രതിസന്ധികളെയൊക്കെ കടക്കാനൊക്കെ വല്ലാത്തൊരു മാനസിക ധൈര്യമുള്ള ആളാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസമൊക്കെ ചില സമയത്തൊക്കെ അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിലൊക്കെ ഈ കോവിഡ് കാലമൊക്കെ കഴിഞ്ഞപ്പോൾ ചില്ലറ പ്രശ്നങ്ങൾ കൊണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഈ അടുത്ത കാലത്തായിട്ട് ഗൾഫ് നാട്ടിലേക്കൊക്കെ അദ്ദേഹം പോയി റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സൊക്കെ ആരംഭിച്ച ശേഷം ബിസിനസ്സിലൊക്കെ അദ്ദേഹം അടിവെച്ച് കയറുന്ന ഒരു സംഭവമായിരുന്നു. കേരളത്തിലുമൊക്കെ വളരെ നന്നായി ചെയ്യുന്നുണ്ട് ഇപ്പോൾ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ്. കർണാടകത്തിലും അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടുന്നതിൻ്റെ ഭാഗമായിട്ട് പുതിയ വ്യവസായങ്ങളൊക്കെ അദ്ദേഹം സ്ഥാപിച്ചിരുന്നു ദുബായിൽ. അപ്പോൾ അദ്ദേഹത്തിന് ബിസിനസ്സിൽ സാമ്പത്തിക തകർച്ചയൊന്നും ഉള്ളതായിട്ട് എനിക്കറിയില്ല. അങ്ങനെ ഇല്ലെന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. കാരണം അദ്ദേഹത്തോട് ഞാൻ ഫോണിലൊക്കെ എൻ്റെ ഇടയ്ക്ക് സംസാരിച്ചിട്ടുണ്ട്. മാത്രമല്ല, നമ്മുടെ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിൻ്റെ ഒരു ഗ്രാൻഡ് ഫിനാലെയിൽ അദ്ദേഹം ഈ അടുത്ത കാലം വരികയും ചെയ്തിരുന്നു. അപ്പോൾ അന്നൊക്കെ സംസാരിക്കുമ്പോൾ അദ്ദേഹം വളരെ ധീരമായിട്ട്, നമുക്കിപ്പോൾ എപ്പോഴെങ്കിലും ഒരു സ്പോൺസറിങ്ങോ ഒരു ബ്രാൻഡിങ്ങോ ആവശ്യമുള്ളപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് ഫോൺ എടുത്ത് വിളിക്കാവുന്ന ഒരാളായിരുന്നു. എന്തിനാണെന്ന് പോലും ചോദിക്കാതെ ചിലപ്പോൾ കോൺഫിഡൻറ്റ് റോയി സമ്മതിച്ചെന്ന്. മാത്രമല്ല, നമ്മൾ പരസ്യങ്ങൾ കൊടുത്താലും ആ പരസ്യങ്ങളൊന്നും അദ്ദേഹം ചാനൽ ഇട്ട് തീർക്കത്തുമില്ല. അങ്ങനെയൊക്കെയുള്ള അവസ്ഥയുള്ള ആളായിരുന്നു. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതുള്ളത്, നമ്മുടെ ഈ കേരളത്തിലെ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥന്മാർ പൊതുവേ അവരുടെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർ കാര്യങ്ങളും കണക്കുകളുമൊക്കെ ചോദിക്കുമെന്നല്ലാതെ അവർ അനാവശ്യമായി സമ്മർദ്ദത്തിന് ആളുകളെ വിധേയമാക്കാറില്ല. അവരുടെ രീതി അങ്ങനെയാണ്. മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഇൻകം ടാക്സുകാർ കുറച്ചുകൂടെ രൂക്ഷമായി പെരുമാറുമെന്നൊക്കെ പരാതി കേട്ടിട്ടുണ്ട്. എന്നാൽ കേരളത്തിലെ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥന്മാർ പൊതുവേ അങ്ങനെയല്ല. പക്ഷേ അവർ കാര്യങ്ങൾ ഡോക്യുമെൻ്റൊക്കെ കൃത്യമായി ചോദിക്കും. അവർ കാര്യങ്ങൾ കൃത്യമായി 5-6 മാസം എടുത്ത് പഠിക്കും. പഠിച്ചതിന് ശേഷമായിരിക്കും അവർ കാര്യങ്ങൾ ചോദിക്കുക. അപ്പോൾ അക്കൗണ്ടിലുള്ള മറുപടികൾ അവർ പ്രതീക്ഷിക്കുകയും ചെയ്യും. അപ്പോൾ അവരുടെ ഭാഗത്തു നിന്നൊരു സമ്മർദ്ദം ഉണ്ടായതായി എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാരണം പ്രത്യേകിച്ച് കേരളത്തിലെ ഇൻകം ടാക്സ് ഓഫീസുകൾ പല ആൾക്കാരെയും അതിന് തലപ്പത്തുള്ളവരെ നമുക്ക് നേരിട്ട് അറിയാം. അവരൊന്നും അങ്ങനെ സമ്മർദ്ദത്തിന് ആളുകളെ വിധേയമാക്കുന്നവരല്ല. കാരണം അവർക്കൊരു കാര്യം അറിയാം, ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് ഇൻകം ടാക്സ് കിട്ടുന്നത് തന്നെ ഇങ്ങനെയുള്ള വലിയ ആളുകൾ നിൽക്കുന്നത് കൊണ്ടും വലിയ ബിസിനസ് മാഗ്നറ്റുകൾ ഇന്ത്യയിൽ ഉള്ളത് കൊണ്ടുമാണെന്ന് ശരിക്കും ബോധമുള്ളവരാണ് ഇൻകം ടാക്സിൻ്റെ തലപ്പത്തുള്ളവർ. ഞാൻ അവരെ ഒരുപാട് അനുകൂലിക്കാൻ ശ്രമിക്കുകയല്ല ഞാൻ. അതുകൊണ്ട് അവരിൽ നിന്നൊരു പ്രഷർ ഉണ്ടായിട്ട് ഇദ്ദേഹം സ്വയം വെടിവെച്ച് മരിക്കണം എന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. അതേസമയം അദ്ദേഹത്തിന് പിന്നെ വളരെ അഭിമാന ബോധമുള്ള ഒരാളായിരുന്നു അദ്ദേഹം. ചില സമയത്തൊക്കെ അദ്ദേഹത്തിന് ലേശം ദുരഭിമാനം ഉണ്ടോയെന്ന് പോലും എനിക്ക് തോന്നിയിട്ടുണ്ട്. കാര്യം അദ്ദേഹത്തിൻ്റെ ബ്രാൻഡ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര് അതിനെന്തെങ്കിലും കളങ്കം ഉണ്ടാകുന്നു എന്ന് കണ്ടാൽ അദ്ദേഹം പെട്ടെന്ന് ക്ഷുഭിതനാകുകയും പൊട്ടിത്തെറിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു മാനഹാനി ഉണ്ടാകുന്നു ഈ റെയ്ഡ് ആളുകൾ മീഡിയ വഴി പുറത്തേക്ക് അറിയുമ്പോൾ, അങ്ങനെ മാനനഷ്ടം ഉണ്ടാകുമെന്നുള്ള ഭയമോ അങ്ങനെ എന്തെങ്കിലും കാര്യമാണോ? കാരണം നമുക്കറിയാം, ഈ മരണം തിരഞ്ഞെടുക്കുന്നതൊക്കെ ഒരു നിമിഷത്തെ ഒരു ദുർചിന്തയിൽ നിന്നായിരിക്കും. നമുക്ക് ഇനി ജീവിച്ചിട്ട് കാര്യമില്ല, നമ്മുടെ സർവ്വം തകർന്നു, മാനം മൊത്തം പോയി എന്നെങ്ങാനും ചിന്തിച്ച ഒരു നിമിഷമാണോ ഡോക്ടർ റോയ് സി ജെ ഇതിന് തീരുമാനിച്ചു? എന്തായാലും അദ്ദേഹത്തിൻ്റെ തീരുമാനം അദ്ദേഹത്തിനെ അടുത്തറിയാവുന്ന അസംഖ്യം ആളുകളുണ്ട് കർണാടകത്തിലും
അദ്ദേഹം ഒരു മലയാളിയാണെങ്കിൽ അദ്ദേഹം ജനിച്ചു വളർന്നതൊക്കെ കർണാടകത്തിലാണ്. അപ്പോൾ ബംഗളൂർ നഗരത്തിൻ്റെ ജീവശ്വാസം പോലെ വളർന്നൊരു സ്ഥാപനമാണ് ഈ കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് വ്യവസായികളുമായിട്ടൊക്കെ അദ്ദേഹത്തിന് ആത്മബന്ധമുണ്ട്, ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ എന്നെപ്പോലെ ഇത് വളരെ അവിശ്വസനീയമായൊരു വാർത്തയാണ്. ഞാൻ തന്നെ കുറേ സമയമെടുത്തു ഇത് സംഭവിച്ചു കാണും. കാരണം ഞാൻ വിചാരിച്ചു ഏതെങ്കിലും ഓൺലൈൻകാരൻ വെറുതെ നടത്തിയൊരു പ്രസ്താവനയായിരിക്കും ഈ ആത്മഹത്യയും മരണമെന്നായിരുന്നു. പിന്നീടാണ് അദ്ദേഹം സ്വയം വെടിവെച്ച് മരിച്ചതാണ് എന്നുള്ള വാർത്ത വരുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇപ്പോഴും ഈ നിമിഷവും ഈ കോൺഫിഡൻറ്റ് റോയിയുടെ അദ്ദേഹമായിട്ടുള്ള കഴിഞ്ഞ നിമിഷങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല റോയി CAJ എന്ന് പറയുന്ന ബിസിനസ് മാഗ്നറ്റ് വെടിവെച്ച് മരിക്കും എന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.